ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, എഗ് ഫിംഗേഴ്സ്. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനതിലേക്ക് ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണിത് ചെയ്തെടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇത് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. നമുക്ക് അത് റെഡിയാകുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്കിതിന് വേണ്ടുന്ന കോട്ട് ചെയ്യേണ്ട പൗഡറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് സീസണിങ്സ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇറ്റാലിയൻ സീസണിങ്, പാസ്ലി, ഡ്രൈഡ് പാസ്ലി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇറ്റാലിയൻ സീസണിങ്ങും പാസ്ലിയും അതേപോലെ ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഡ്രൈഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ എഗ്ഗ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു എഗ്ഗും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമ്മൾ എഗ്ഗ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച എഗ്ഗ് ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ എഗ് മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതെടുത്തിട്ട് നമ്മുടെ മൈദ മിക്സിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിന് ഒരു ഔട്ടർ കോട്ടിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ ബ്രെഡ് ക്രംസാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് പീസാക്കിയിട്ട് ഒരു 3-4 ബാച്ചാക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിലൊരു എഗ് ഫിംഗേഴ്സാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.